ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ 6-ാം ദിവസമായപ്പോൾ ഈ യുദ്ധം അതിന്റെ ഏറ്റവും എക്സ്പ്ലോസീവ് ആൻഡ് ഡെഡ്ലി ഫേസിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇത് ഉടനെ അണുയുദ്ധമായി മാറിയേക്കുമോ എന്ന ഭീഷണിയുണ്ട്. ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ 220-ലധികം ഇറാനികളാണ് മരിച്ചതായി റിപ്പോർട്ട് പറയുന്നത്. ഇറാന്റെ പ്രതികരണം 24 ഇസ്രായേലുകാരുടെ മരണത്തിന് കാരണമായി. ഇത് ഇനി രണ്ടു ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ഇന്ത്യ, ഇറ്റലി, ജർമ്മനി, ഉന്നത യൂറോപ്യൻ രാജ്യങ്ങൾ. ഇതിനൊപ്പമൊക്കെ ഇറാന്റെ പശ്ചാത്തലത്തിൽ ചൈന, പാകിസ്ഥാൻ, റഷ്യ, സൗദി അറേബ്യ, തുർക്കി, മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ വിമാനപാതകൾ ഇപ്പോഴും തടയപ്പെട്ട നിലയിലാണ്. ഇത് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കയിലേക്കുള്ള വിമാനങ്ങൾക്ക് ദൂരം കൂടി, ചിലവുയർന്നു, വ്യാപകമായ വൈകിപ്പിക്കലുകളും ഉണ്ടാക്കി. ലോകത്തിലെ എണ്ണ സംഭരണങ്ങളിൽ 48% മിഡിൽ ഈസ്റ്റിലാണ്. ഇതുപോലുള്ള യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് വിപണിയിലെ പണപ്പെരുപ്പം, ആഗോള സാമ്പത്തിക സ്ഥിതി, ദൈനംദിന വിലക്കയറ്റം എന്നിവയെ വളരെ വഷളാക്കും. ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഒടുവിൽ ഇസ്രായേലോ ഇറാനോ മാത്രം നിലകൊള്ളും എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിയേക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവസാനം ആരാണ് നിലനിൽക്കുക?